ഞാൻ അനുപമ. ഞാൻ IIT-യിൽ ഇന്ററിന് വേണ്ടി വന്നതാണ്. ഫൗണ്ടേഷൻ അല്ലാണ്ട് നോക്കിയിട്ട് ഇന്ററിനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കി തപ്പി നടക്കുമ്പോഴായിരുന്നു ഒരു റെക്കമെൻഡേഷൻ എന്നാണ് IIT-യിലേക്ക് കിട്ടിയത്. അങ്ങനെ അവിടെ വന്നു. ക്ലാസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാസ്സസ് നല്ല അടിപൊളിയായിരുന്നു. സാറുമാരാണേലും നല്ല കാര്യമായിട്ട് തന്നെ പഠിപ്പിച്ചു. എല്ലാ പോർഷൻസും എല്ലാ പ്രീവിയസ് ഇയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി നല്ലൊരു ഐഡിയ തന്നിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ക്ലാസ്സിലെ കൂടെയുള്ള പിള്ളേരാണേലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും തമ്മിൽ തന്നെ ഒരു നല്ലൊരു കോമ്പറ്റീഷൻ പോലെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം അവിടുത്തെ ഹോസ്റ്റൽ തന്നെയായിരുന്നു. ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഫുഡും അവിടുത്തെ പഠിക്കാൻ പറ്റിയൊരു സാഹചര്യവും ഒക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാസ്സാകാൻ പറ്റിയത്. വാർഡ് ആന്റിമാരുടെ സപ്പോർട്ടും എത്ര രാത്രി ഇന്ന് പഠിച്ചാലും കൂടെ വന്നിരിക്കും, അങ്ങനെയൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ടായിരുന്നു ആന്റിമാരുടെ കയ്യിൽ നിന്നും. പിന്നെ അതുപോലെ തന്നെ IIT-യിലെ സ്റ്റാഫ്സും നമ്മുടെ ഓഫീസ് സ്റ്റാഫ്സും എല്ലാവരും തന്നെ നല്ലൊരു സപ്പോർട്ടായിരുന്നു. സാറുമാർ മനോജ് സാറാണേലും ഇടയ്ക്കൊക്കെ ക്ലാസ്സിൽ വന്നിട്ട് ഇതുപോലെ മോട്ടിവേഷൻ ഒക്കെ തരും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുത്തിക്കുമായിരുന്നു. സുനീൽ സാറാണേലും ബാക്കി എല്ലാ സ്റ്റാഫ്സും ഞങ്ങൾക്ക് ശരിക്കും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ എക്സാമിനെ പറ്റി നല്ലൊരു പേടിയായിട്ടിരുന്ന ഒരു അവസ്ഥയ്ക്കാണ് അപ്പോഴാണ് IIT മോഡൽ എക്സാം നടത്തിയത്. ആ മോഡൽ എക്സാം ശരിക്കും നല്ല ഒരു ഗുണകരമായിരുന്നു. കാരണം ആ മോഡൽ എക്സാം എഴുതിയപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബോത്ത് ഗ്രൂപ്പ് നോക്കിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു മോഡൽ എക്സാം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ഗ്രൂപ്പിൽ എനിക്ക് ഇച്ചിരിയും കൂടി അറ്റൻഷൻ കൊടുക്കാനുണ്ട്. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഇച്ചിരി കൂടി ഫോക്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ എക്സാമിന് അങ്ങനത്തെ ഒരു റിസൾട്ട് വരാൻ പറ്റിയത്. ഞങ്ങളിവിടെ അബുദാബിയിലായിരുന്നപ്പോൾ അതുകൊണ്ട് നാട്ടിൽ തന്നെ മോളെ എവിടെയെങ്കിലും മാറി അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യം എറണാകുളത്താണല്ലോ മെയിനായിട്ട് CAD ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉള്ളത്. പക്ഷെ അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ പുറത്തായിരുന്നു. അപ്പൊ അവിടെ പോയി യാത്ര ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, നമ്മളിങ്ങനെ മാറി നിന്നിട്ടില്ല, നാടുമായിട്ട് അത്ര പരിചയമില്ല. അപ്പോഴാണ് ഇങ്ങനൊരു റെഫറൻസ്, അതായത് നമുക്ക് കൊട്ടാരക്കര ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയാമായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് കണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയായി. ആ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഇതിന് ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളും വളരെ ഹാപ്പി ആയിരുന്നു. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് തന്നെ എന്തായാലും കിട്ടി. മോൾ ആദ്യമായിട്ടാണ് ഞങ്ങളിന്ന് മാറി നിൽക്കുന്നത്. അതിൻ്റെതായ ഒരു വിഷമവും ടെൻഷനും ഒക്കെ നമുക്കുണ്ടായിരുന്നു. കാരണം ഹോസ്റ്റലിൽ നിന്നുള്ള, ഞാൻ പോലും ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അപ്പം എങ്ങനെയാണ് ഹോസ്റ്റല്, നല്ല സൗകര്യങ്ങള്, പിന്നെ ആഹാരം, പിന്നെ അതിന്റെ ഒരു സെക്യൂരിറ്റി, അങ്ങനെയുള്ള പല പല ചിന്തകൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സൗകര്യങ്ങളെല്ലാം കണ്ട്, പിന്നെ അതേപോലെ വാർഡന്മാരുടെ നമ്പരെല്ലാം നമുക്ക് അപ്പോഴും തന്നെ തന്നിരുന്നു. എല്ലാ കാര്യങ്ങളും അപ്പോഴും തന്നെ പറഞ്ഞു തന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ വന്ന ശേഷം ഏതൊരു ആവശ്യത്തിനാണെങ്കിലും, ഏത് രാവിലെ ആണെങ്കിലും ഏത് രാത്രിയാണെങ്കിലും നമുക്ക് വിളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് ഫോൺ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, 3/4 മണിക്കൂറേ ഉള്ളായിരുന്നു. പക്ഷെ മോളുടെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഞാൻ രാവിലെയും രാത്രിയൊക്കെ വിളിക്കുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളോട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അമ്മമാരെങ്ങനെയാണ് മക്കളുടെ കാര്യം പറയുന്നത് അതുപോലെയാണ് ഞങ്ങൾ കേട്ടോണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും മോള് അവളുടെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. വാർഡന്മാർ അത്രയും രീതിയിൽ നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് അവിടെ ചെന്ന് കണ്ടാൽ പോലും നമുക്കൊരു ടെൻഷനും ഇല്ലാതെയാണ് നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്.